എന്താ കഥ അല്ല ഇത്? ഇന്നലെ മുതൽ ഞമ്മ കാണുന്നുള്ള ഒരു ന്യൂസാണ്. എന്ത് സംഭവം എന്ന് വെച്ചാൽ, 2 കുട്ടികളെ മദ്രസ പഠനത്തിനും വേണ്ടിയിട്ട് അവിടെ ചേർക്കാനും വേണ്ടിയിട്ട് അവരുടെ വാപ്പ കൊണ്ടുവരുന്ന ഒരു സീനും, എന്നതിന് ശേഷം ആ മദ്രസയിലെ അവിടുത്തെ കമ്മിറ്റിക്കാരെല്ലാവരും തടഞ്ഞു നിർത്തുന്നു, മദ്രസയിൽ ചേർക്കാൻ പറ്റൂല എന്ന് പറയുന്നു. അവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലെറ്ററും തന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോയിക്കോരണമെന്നും പറയുന്നുള്ള ഒരു വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് നമ്മുടെ നിയാസ് ഉസ്താദ്, ഞാൻ അതിന് മുമ്പത്തെ വീഡിയോത്തിൽ നിയാസ് ഉസ്താദിന് റിയാസ് ഉസ്താദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് സോറി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ പറ്റി ഉസ്താദിൻ്റെ വാക്കുകളുണ്ട്, നിയാസ് ഉസ്താദിൻ്റെ ഒരു വാക്കുകളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഈ കേൾക്കുന്ന നമ്മൾക്ക് ആർക്കും അറിയില്ല. ആ നാട്ടിലുള്ള ആർക്കും അറിയും, അവർക്കും അറിയായിരിക്കാം. പക്ഷേ ഇന്ന് വാട്സപ്പിലെല്ലാം ഒരുപാട് അതിനെ പറ്റിയിട്ട് ന്യൂസ് വരുന്നുണ്ട്. ഏതൊരാളാണെങ്കിലും പഠിക്കാൻ വരുന്നത്, ഇൽമ് പഠിക്കാൻ വരുന്നത്, അവരെ റിജക്റ്റ് ചെയ്യാൻ പാടുണ്ടോ, അവരെ തള്ളിപ്പറയാൻ പാടുണ്ടോ, അവരെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പാടുണ്ടോ? ഇതെല്ലാം നിങ്ങൾ ശുദ്ധ തമ്മാടിത്തരമാണ് ചെയ്തത്, നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ എന്നിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ആർക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയോ? എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നിയാസ് ഉസ്താദിനും ഇതിൻ്റെ സത്യാവസ്ഥ അറിയോമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഉസ്താദിന് ഉസ്താദിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അറിയില്ല. ഉസ്താദ് ഏതൊരു കാര്യത്തിനും വ്യക്തമായ ഇതോട് കൂടിയാണ് മറുപടി നൽകാറ്. നമുക്കറിയാത്ത ഓരോരോ കാര്യങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട നിയാസ് ഉസ്താദ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിനു മുമ്പും നമുക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തന്ന ഒരു ഉസ്താദാണ്. ഒരുപാട് യൂട്യൂബിൽ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരെല്ലാം എന്ന് വെച്ചാൽ, ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ഏറ്റവും ഉച്ചത്തിൽ അതിനെ എതിർത്ത് സംസാരിക്കുന്നത്, അവരെ കൂടുതൽ പിരികേറ്റിക്കൊണ്ടാണ് പോക്ക്. പക്ഷെ നമ്മുടെ നിയാസ് ഉസ്താദ് എന്ന് വെച്ചാലുണ്ടല്ലോ, ഓരോരോ കാര്യം ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയോട് കൂടി നല്ല സ്റ്റൈൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നിയാസ് ഉസ്താദ് ഓരോന്നും പറഞ്ഞു കൊടുക്കാറ്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് പ്രിയപ്പെട്ട നിയാസ് ഉസ്താദിൻ്റെ ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാല്ലേ. നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, ഒരു കുട്ടി മദ്രസ പഠനത്തിന്റെ ആരംഭത്തിന് വേണ്ടി വരുമ്പോൾ അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാർ ആ കുട്ടിയെ തടയുന്ന അവസ്ഥയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. ഒരുപക്ഷെ അവർ സുന്നിയാകാം, മുജാഹിദാകാം, അതല്ലെങ്കിൽ മാതാപിതാക്കളും കമ്മിറ്റിക്കാരും തമ്മിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമാകാം. എന്തിന്റെ പേരിലായാലും ഒരു കുട്ടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു പഠിക്കാൻ വന്നതിന്റെ പേരിൽ തടയൽ തെറ്റു തന്നെയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ സേവനമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതൊരിക്കലും സേവനമല്ല, ഇത് ഇസ്ലാമിനെ പറയിപ്പിക്കലും ദ്രോഹവുമാണ്. പള്ളി കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ ഭരണസമിതിയല്ല, പരിപാലന സമിതിയാണ്. നാടിനും സമൂഹത്തിനും പള്ളിക്കും സേവനം ചെയ്യുന്നവരായിരിക്കണം. അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവരാകണം. നാട്ടിൽ തിന്മ കാണുമ്പോൾ എതിർക്കുകയും നന്മ കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കുകയും അതിന് പ്രചോദനമാകുന്നവരായിരിക്കണം പള്ളി കമ്മിറ്റിക്കാർ. ഞാനിവിടെ പള്ളിയുടെ എന്തോ വലിയ സംഭവമാണ്, അപ്പൊ ഞാൻ പറയുന്നതിനപ്പുറം ഇവിടെയൊന്നും വേണ്ട എന്ന ധാർഷ്ട്യം നിങ്ങൾക്കത് വലിയ ആപത്തായി തന്നെ വരും. ആരെങ്കിലും നിങ്ങളുടെ ഈ പ്രവർത്തനം കാരണം ഇൽമു പഠിക്കാതിരിക്കുകയോ, നിസ്കാരം എന്തിന് നന്നായിട്ടൊന്ന് കുളിക്കാൻ പോലും അറിയാത്ത രൂപത്തിൽ അവർ പഠനം തീരെ ഉപേക്ഷിക്കുകയും ദീനി വിരോധിയായി ഏതെങ്കിലും നിരീശ്വരവാദ വിഭാഗത്തിൽ പെട്ടുപോയാൽ നിങ്ങളായിരിക്കും അതിന്റെ കാരണക്കാർ. സമാധാനം പറയേണ്ടതും നിങ്ങൾ മാത്രമായിരിക്കും. ഒരുപാട് പള്ളികൾ നമ്മളെല്ലാം കണ്ടുവരുന്ന അവസ്ഥ എന്താ? പള്ളിയിൽ ഉസ്താദുമാർക്ക് പോലും സ്വതന്ത്രമായി ദീൻ പറയാനുള്ള അവസരമില്ലാത്ത അവസ്ഥ. ഞാൻ പറയുന്നത് ശരിയല്ലേ? എന്റെ പ്രിയമുള്ളവരെ, എന്തായിരിക്കണം പള്ളിയിലുള്ള നമ്മുടെ ജോലി? ഉസ്താദുമാർക്ക് സ്വതന്ത്രമായി ദീൻ പറയാനുള്ള അവസരത്തെ ഒപ്പിച്ചു കൊടുക്കലാണ്, അതിനുവേണ്ടി വഴിയൊരുക്കലാണ് നമ്മുടെ കടമ. അല്ലാതെ ഉസ്താദ് ഇതേ പറയാൻ പാടുള്ളൂ എന്ന് ഉസ്താദിനെ കൂച്ചുവിലങ്ങളിൽ പള്ളി കമ്മിറ്റിക്കാർക്ക് പറ്റിയ പണിയല്ല. നമ്മൾ ഈ കാണുന്ന ചന്ദനക്കുടങ്ങളെല്ലാം അതിന്റെ ഉദാഹരണങ്ങളിലെ ആനയും അമ്പാരികളുമായി ദീനില്ലാത്ത ആഘോഷങ്ങൾ കടത്തിക്കൂട്ടുന്നത് അറിവില്ലാത്ത കമ്മിറ്റിക്കാർ ഭരണത്തിൽ വന്നതിന്റെ പേരിലാണ്. നിങ്ങൾ നിങ്ങളുടെ പള്ളിയുടെ ഉസ്താദിനെ ആശ്രയിക്കൂ.
അദ്ദേഹത്തോട് ഇസ്ലാമിക വിധികളും നിയമങ്ങളും ഒന്നും ചോദിച്ചു മനസ്സിലാക്കൂ, അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കൂ. എന്നാലേ ശരിയായ ഒരു പള്ളിയുടെ സേവകനായി നിങ്ങൾക്ക് മാറാൻ പറ്റൂ. അള്ളാഹു തആല നല്ല രൂപത്തിൽ സേവനം ചെയ്യുന്ന എല്ലാ പള്ളി പരിപാലന സമിതികൾക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. തെറ്റായ രൂപത്തിൽ സഞ്ചരിക്കുന്നവർക്ക് മാറാൻ ഇതൊരു കാരണമാകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. ഇതിൽ ചില വാക്കുകൾ ഉസ്താദ് പറയുന്നതിൽ സത്യമില്ലേ എന്ന് നമ്മൾക്ക് തോന്നിപ്പോന്നല്ലേ. കാരണം ചില പള്ളികളിൽ നമ്മതിൽ മനസ്സിലാക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ചില പള്ളികളിൽ അവിടുത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയും പറഞ്ഞ രീതിയിൽ ഉസ്താദന്മാർ നീങ്ങണം എന്നൊരു സാഹചര്യം അവിടെയുണ്ട്. അഥവാ ചില പള്ളികളിലാണെങ്കിലും നമ്മൾ ഉസ്താദന്മാർക്ക് പൂർണ്ണ ഉത്തരവാദിത്വം കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഉസ്താദന്മാർ അവിടുത്തെ പള്ളി കമ്മിറ്റിനെയും ഒന്നും വില വെക്കാതെ നീങ്ങുന്ന രീതിയും നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് പറയാൻ എന്നുള്ളത് ഒരു കാര്യം മാത്രമാണ്. ഉസ്താദ് നേരത്തെ പറഞ്ഞില്ലേ, മുജാഹിദാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും വേറെ ഇതാണെങ്കിലും ദീന് പഠിക്കാനും വേണ്ടിയിട്ട് വരുന്ന സ്ഥലത്ത് അത് നമ്മൾ അവരെ തടയാൻ പാടില്ല, അവർക്ക് പഠിപ്പിച്ച് കൊടുക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ്. അതൊരു കറക്റ്റ് ഒരു കാര്യമല്ലേ. കാരണം വെച്ചാൽ അതിൽ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. എന്നിരുന്നാലും നമ്മൾ വീഡിയോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇനിയും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാമല്ലേ.